നമസ്കാരം. തിരുവനന്തപുരത്തെ ജനങ്ങൾ എൻ ഡി എക്ക് നൽകിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് നൽകിയ അംഗീകാരത്തിന് നന്ദി പറയുവാനായിട്ട് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഇന്ന് നഗരപ്രദക്ഷിണം നടന്നു. 4 മണിക്കായിരുന്നു നഗരപ്രദക്ഷിണം ആരംഭിച്ചത്. വലിയ ഒരു വമ്പിച്ച ഒരു വിജയം തന്നെയായിരുന്നു തിരുവനന്തപുരത്തെ നഗരനിവാസികൾ എൻ ഡി എക്ക് നൽകിയത്. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരന്റെയും ടീമിന്റെയും ആസൂത്രണ മികവിന്റെ ഒരു ഫലം തന്നെയായിരുന്നു അവർക്ക് ലഭിച്ചത്. വലിയ ഒരു നിരയുമായിട്ടാണ്, വലിയ രീതിയിൽ വലിയ ഒരു സ്ഥാനാർത്ഥികളുടെ ഒരു നിരയുമായിട്ടാണ് ഇത്തവണ നഗരസഭ ഇലക്ഷനെ ബി.ജെ.പി നേരിട്ടത്. അതിൽ ഒരുപാട് ഐ ടി വിദഗ്ധരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മാനേജ്മെന്റിൽ വൈദഗ്ധ്യം കാണിച്ച ആൾക്കാരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സിവിൽ സർവീസിൽ വലിയ രീതിയിലുള്ള കരുത്ത് തെളിയിച്ച ശ്രീലേഖയെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ താരനിര എന്ന് തന്നെ പറയാം, അത്തരത്തിലുള്ളൊരു നിരയുമായിട്ടാണ് ഇത്തവണ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഇറങ്ങിച്ചെന്നത്. ആ ഒരു സ്ഥാനാർത്ഥി സമൂഹത്തിന് ജനത നൽകിയത് വലിയ വിശ്വാസം ജനതയ്ക്ക് അവരിൽ അർപ്പിച്ചിരുന്നു. 50 സീറ്റ് നേടിക്കൊണ്ടാണ് ഇപ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്നത്. കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റിന്റെ കുറവ് മാത്രമാണ് ബി.ജെ.പിക്ക് ഉള്ളത്. വലിയ രീതിയിലുള്ള ഒരു മാൻഡേറ്റ് തന്നെ. കഴിഞ്ഞ തവണ 35 സീറ്റ് മാത്രമായിരുന്നു നഗരസഭയിൽ ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 15 സീറ്റ് അധികം നേടിക്കൊണ്ടാണ് ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതി നടത്തിയ അഴിമതികളുടെ ഒരു വലിയ നിരക്ക് ജനതയ്ക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഏൽക്കേണ്ടി വന്നു. കഴിഞ്ഞ തവണ സമസ്ത മേഖലകളിലും അഴിമതിയായിരുന്നു. 1500 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ടിന്റെ വെട്ടിപ്പും നടത്തിയതിനു ശേഷമാണ് ആ ഭരണസമിതി താഴേക്കിറങ്ങാൻ പോകുന്നത്. എല്ലാ മേഖലകളിലും നമുക്ക് എണ്ണി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ തെരുവുനായ പ്രശ്നത്തിന്റെ കാര്യത്തിലായാലും ABC പദ്ധതി നടപ്പിലാക്കി എന്ന് പറഞ്ഞതിന് ശേഷം വന്ധീകരണം നടത്തിയ തെരുവുനായകളെ തന്നെ തെരുവിലേക്ക് കൊണ്ടുവിടുമ്പോഴത്തേക്കും അവിടെ പ്രസവിച്ചു കിടക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ തന്നെ നിങ്ങളത് കണ്ടോ എന്ന രീതിയിൽ ധാർഷ്ട്യത്തോടു കൂടി ചോദിക്കുന്ന മേയറിനെ ആയിരുന്നു കഴിഞ്ഞ ഭരണസമിതി കണ്ടത്. അതോടൊപ്പം തന്നെ കുടിവെള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുടിവെള്ള പ്രശ്നത്തോടൊപ്പം തന്നെ തെരുവിളക്കുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നു. നഗരത്തിൽ അടിമുടി മാലിന്യത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്കെല്ലാം ഒരു വലിയ മാറ്റം വേണമെന്ന് ജനത ഒന്നടങ്കം ആഗ്രഹിച്ചു. അത്തരത്തിലൊരു ധാർഷ്ട്യത്തിന് അതോടൊപ്പം തന്നെ കേരളത്തിലെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റിന്റെ ഒരു ധാർഷ്ട്യം, സ്വർണ്ണക്കൊള്ള പോലുള്ള കാര്യങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായിരുന്നു തിരുവനന്തപുരത്ത്. അത്തരത്തിലുള്ളൊരു വലിയ അഴിമതിക്ക് നേരെ ജനം നടത്തിയ ഒരു വലിയ മുന്നേറ്റം തന്നെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ലഭിച്ച അംഗീകാരം. ആ അഴിമതിക്കെതിരെ നടത്തുന്ന അംഗീകാരത്തോടൊപ്പം ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന ഭരണസമിതിയോട് അവർക്ക് അത്യധികം പ്രതീക്ഷയുണ്ടായിരുന്നു. ഓരോ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിലും അത്രയധികം ആസൂത്രണത്തോടു കൂടിയാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഓരോ കാര്യവും ശ്രദ്ധിച്ച് ചെയ്തത്. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ മികവിന് ലഭിച്ച ഒരു വലിയ അംഗീകാരം തന്നെയായിരുന്നു ഇപ്പോൾ ലഭിച്ചത്. കഴിഞ്ഞ വിഴിഞ്ഞത്ത് ലോക്സഭാ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് ആ വിഴിഞ്ഞം തുറമുഖത്തിൽ അദ്ദേഹം എത്തി അവിടുത്തെ കടലാക്രമണം നേരിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഗ്രൗണ്ടിൽ തന്നെ ഒരു ഗ്രൗണ്ട് സ്റ്റഡി നടത്തുകയും വളരെ കൃത്യമായ രീതിയിൽ ഒരു പരിഹാരം അവർക്ക് നേടിക്കൊടുക്കാൻ അന്നു മുതൽ കേരളത്തിന്റെ യുവത, തിരുവനന്തപുരത്തിന്റെ യുവത രാജീവ് ചന്ദ്രശേഖരനെ ശ്രദ്ധിച്ചതാണ്. അവരുടെ ആ യുവത കൊടുത്ത ഒരു അംഗീകാരം തന്നെയാണ് സത്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കിട്ടിയ ഒരു വലിയ വിജയം. തീർച്ചയായിട്ടും ആ വിജയത്തിൽ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഒരു നഗരപ്രദക്ഷിണം നടക്കുന്നത്. വലിയ ഒരു രീതിയിലുള്ള ഒരു വലിയ വിജയത്തിന് വലിയ നന്ദി, ബി.ജെ.പിക്ക് ലഭിച്ച ഒരു വലിയ വിജയത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു നഗരപ്രദക്ഷിണമാണ് നടക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.